അഭി ഇങ്ങനെ എഴുതാൻ തുടങ്ങിയത് എങ്ങനെയാണ്? ഈ കോണ്ടന്റ് ഇങ്ങനെ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ? അത് സത്യം പറഞ്ഞാൽ തള്ളൊന്നുമല്ല. +2 തൊട്ട് ഇങ്ങനെ ജസ്റ്റ് ചെറിയ ഡ്രാമയൊക്കെ വരുമ്പോൾ ഞാൻ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അത് കുഞ്ഞു പരിപാടി. അപ്പോൾ ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല ഇങ്ങനെ റീൽസ് വരുമ്പോൾ സ്ക്രിപ്റ്റ് എഴുതേണ്ടി വരുമെന്ന്. പിന്നെ ചെയ്തു തുടങ്ങി. അതിനെ സീരിയസ് ആയിട്ട് എടുത്തപ്പം എഴുതിയിട്ടില്ലെങ്കിൽ മറന്നു ഒന്നാമത്തെ കാര്യം. അപ്പോൾ എഴുതാൻ തുടങ്ങി. അപ്പോൾ എഴുതിയിട്ടത് മറന്നു പോയിരിക്കാൻ വേണ്ടി നമ്മൾ എഴുതിയിട്ട് എന്നിട്ട് അത് ചെയ്യാൻ നേരം അത് അങ്ങനെ ചെയ്യാതെ അതിന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. സമയം കിട്ടുമല്ലോ നമുക്ക് അങ്ങനെ. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ചെറിയൊരു കാര്യം എങ്ങനെ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യാമെന്ന് നോക്കി അങ്ങനെയാണ് എഴുതി തുടങ്ങി. അങ്ങനെ സെറ്റായി. ഒരു നല്ല ഷോട്ട് കിട്ടാൻ ഒരു നല്ല ഷോട്ട് കിട്ടാൻ ഏത് എക്സ്ട്രീം വരെ പോയിട്ടുണ്ട്? എന്നിട്ട് ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് കമന്ന് നടക്കുക അല്ലെങ്കിൽ ഇവിടെ ആംഗിൾ വെക്കുക, അങ്ങനെ ബുദ്ധിമുട്ടിയത് എക്സ്ട്രീം പോയിട്ട് ഒരു നല്ല ഷോട്ടിന് വേണ്ടി? അത് മറ്റേ നമ്മുടെ അച്ഛനെ കിണറ്റിനെ നിർത്തിയിട്ട് സിഗരറ്റ് വലിപ്പിക്കുന്ന സീൻ ഉണ്ടായിരുന്നു. അതൊക്കെ വൈറലായിരുന്നു. 7 മില്യൺ 8 മില്യൺ ഒക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് അതായിരുന്നു ഏറ്റവും കൂടുതൽ പാടെടുത്തത്. അത് അച്ഛൻ കിണറ്റി ഇറങ്ങിക്കുമ്പം ക്യാമറ എന്ന് പറയുമ്പോൾ ആക്ഷൻ പറയുമ്പോഴേ അച്ഛൻ വലിക്കാവുള്ളൂ. അച്ഛനപ്പം 2 സിഗരറ്റ് കൊടുത്തിട്ടുണ്ട്, ഈ കയ്യിൽ. അപ്പൊ 2 സിഗരറ്റും വലിച്ചിട്ട് പുക ഉള്ളി വെച്ചേക്കും അച്ഛൻ. അപ്പം അമ്മ ഇങ്ങനെ വന്ന് അമ്മയുടെ ക്ലോസ് കഴിയുമ്പോഴായിരിക്കും അച്ഛൻ്റെ വരുന്നത്. അപ്പൊ അതുവരെ അച്ഛൻ ഇങ്ങനെ സിഗരറ്റ് പിടിച്ചിരിക്കും. അപ്പം ഞാൻ ഇത് അമ്മ പോയി കഴിയുമ്പോഴേ അച്ഛൻ ഊതും. അത് അച്ഛനെ കൊണ്ട് 2-3 സിഗരറ്റൊക്കെ വലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഭയങ്കര ഇതായിട്ട്. അപ്പൊ അത്രയും സപ്പോർട്ടാണ് എനിക്ക്. അച്ഛൻ കിണറ്റിനകത്തല്ല വേണം എവിടെ പോയെന്ന് ഞാൻ പറയുന്നതുകൊണ്ട് അഭിനയിച്ചു തരും. ഫുൾ കോണ്ടന്റ് ക്രിയേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ്. അതെ അതെ. അപ്പൊ അവര് ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു വീഡിയോ എടുത്താൽ മതി. എല്ലാ ദിവസവും ഞാൻ വീഡിയോ എടുക്കും. മാക്സിമം ഒരു 12 മണിക്ക് തുടങ്ങിയാൽ 2 മണിയാകുമ്പോൾ തീരും. അത്രേ ഉള്ളൂ അവരുടെ ജോലി. അപ്പം ഫ്ലെക്സിബിൾ ആണ് അവര്. ഓക്കെ. അപ്പം കടയിലുണ്ടെങ്കിൽ തന്നെ കടയിൽ ആൾ വരുമ്പം അപ്പൂപ്പനെ നിർത്തിയിട്ട് അച്ഛൻ വന്നിരിക്കും. അങ്ങനെ കുഴപ്പമില്ല. അപ്പം അവർ ഹാപ്പിയാണ് ഭയങ്കര ഇത് ചെയ്യുന്നതുകൊണ്ട്. വീട്ടിൽ പിന്നെ അറിയാത്ത ഒത്തിരി പേര് നമ്മളെ കാണാൻ വരുന്നുണ്ട് ഇത് കാരണം. അപ്പൊ അതൊക്കെ കൊണ്ട് അവർക്കൊരു പുതിയൊരു ഇതാ. അമ്മയ്ക്കൊരു വലിയ ഫാൻ ബേസ് ഉണ്ട്. പിന്നെ ഭയങ്കര ഫാൻ ബേസ് ഉണ്ട്. എന്തുവാ അപ്പൊ അമ്മ എന്താണ് പറഞ്ഞത് സിനിമയിൽ? അമ്മ ഇതിനു മുന്നേ ഒരു ഫിലിമില് ഇതിലുണ്ട്. ഫാമിലി ആയിട്ടാണ് ഇതിൽ? അല്ല ഫാമിലി അല്ല. അല്ല ഫാമിലി ആയിട്ടാണ് പടത്തില് വേറെ. അപ്പൊ റാഫി അങ്ങനെ എന്തെങ്കിലും ചെയ്യിച്ചോണ്ടോ? ഒരു നല്ല ഷോട്ട് കിട്ടാൻ അല്ലെങ്കിൽ ഒരു നല്ല ഇത് കിട്ടാൻ എക്സ്ട്രീം പോയാ ഇതുപോലെ ആരെങ്കിലും കിണച്ചിലിറക്കിയോ? ഇല്ല, നമ്മളെന്ത് അന്ന് 6S ആയിരുന്നു ഫോൺ. എത്ര വർഷം 2018 കണ്ട് അത്. അപ്പൊ ഈ ഐഫോണിന് പ്രത്യേകത ഉണ്ട്, ഈ കരിയിലയുടെ സൗണ്ട് ഒക്കെ പിടിച്ചെടുക്കും. മൈക്കൊന്നും ആവശ്യമൊന്നുമില്ല. ഇപ്പോഴല്ലേ ഈ മൈക്കൊക്കെ വന്നതാണ്, മൈക്കൊന്നും ഇല്ല. അപ്പം 6S അതിൻ്റെ ഇരുന്നത്. അപ്പം അതിൽ ഇങ്ങനെ നമ്മളങ്ങ് പറയുമ്പോൾ അങ്ങ് എടുക്കുക. നമുക്ക് ക്ലോസ് എന്താണെന്ന് അറിയില്ല, വൈഡ് എന്താണെന്ന് അറിയില്ല, നമുക്കൊന്നും അറിയില്ല. നമ്മൾ എന്ന് വെച്ചാൽ അപ്പം നാട്ടിൽ നടക്കുന്നൊരു കാര്യം, കൂട്ടുകാരടയ്ക്കുന്ന ഒരു കണ്ടന്റ്, അത് നമ്മൾ കൂട്ടുകാരുടെ സഹായത്തോടുകൂടി നമുക്ക് എന്താണോ തോന്നുന്നത് അതങ്ങ് പറയാം. അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഷോട്ടുകൾ നന്നാക്കണമെന്നും ഇല്ലായിരുന്നു. ചെയ്ത് മതി. അവരെങ്ങനെയോ അത് ഒരു വട്ടം പറഞ്ഞു, അത് ഓക്കെ. രണ്ടാമതൊന്നും പറഞ്ഞ അവന്മാര് പറയത്തൊന്നുമില്ല. നിങ്ങളുടെ ഫാൻസില് ഏറ്റവും ഓക്വേർഡായിട്ട് കിട്ടിയൊരു DM ഫാൻസിന്റെ ഇടയിൽ നിന്ന് കുറച്ച് വിയാർഡായിട്ട് തോന്നിയ ഭയങ്കര അങ്ങനെ ഫാൻസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ അതന്നെ നമ്മളാരും ഒന്നുമല്ല. നമ്മൾ ഒരു കണ്ടന്റ് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു സിനിമ ഇപ്പൊ കുറച്ച് ചെറിയ ചെറിയ സിനിമകൾ അഭിനയിച്ചു അങ്ങനെ മെസ്സേജുകളൊന്നും നമുക്ക് ഒന്നായിട്ട് തോന്നുന്നു. നമ്മളൊരു സാധാരണ അപ്പൊ അങ്ങനെ വിയാർഡായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മള് വലിയ ആളായിട്ട് ചിന്തിക്കുമ്പോ നമ്മളെന്തല്ല അവരെ പോലെ ആള് സിമ്പിളാണ്, ഹമ്പിളാണ്. ഒന്നും ചിന്തിക്കാണ്ടിരുന്നായി. ശരി എന്നാ, തെറി കേട്ടല്ലോ. ഓക്കെ. നാളെ വേറെ വിളിച്ചായിരുന്നു.